Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി എസൻസ് അങ്ങനെയുള്ള ഫ്ലേവേഴ്സൊക്കെ ചേർക്കാം. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ പാല് നമ്മൾ ടോട്ടലായിട്ട് 1/2 ലിറ്റർ, അതായത് 500 ml പാലാണ് എടുത്ത് വെക്കുന്നത്. അതിൽ നിന്നാണ് ഞാനിപ്പോൾ കൊക്കോ പൗഡറും കോൺഫ്ലോറും കൂടിയും ഒന്ന് ലിക്വിഡ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ടോട്ടൽ നമുക്ക് 500 ml പാല് മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരു പേസ്റ്റ് പോലെ ആക്കി വെക്കുക, കാരണം കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമുക്ക് വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനിയിപ്പോൾ വാനില എസൻസ് മാത്രമാണെങ്കിലും അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ കൊക്കോ പൗഡറോ അല്ലെങ്കിൽ സ്ട്രോബെറീൻ്റെ എസൻസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതിനാണ് ഫ്ലേവർ യൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രം എടുക്കുക, അതിലോട്ട് 500 ml പാല് മൊത്തത്തിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ നേരത്തെ ലിക്വിഡാക്കി വെച്ച കോൺഫ്ലോറും കൊക്കോ പൗഡറും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര വേണം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര, അതായത് 250 ml പകുതി 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇനി ഇത് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ട് നിൽക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല തിക്കായിട്ട് ഇതുപോലൊക്കെ നല്ലോണം തിക്കായി ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ചൂട് കുറച്ചൊന്ന് മാറിയാൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ നമുക്ക് പുഡിങ് വേണ്ടിയത് ആ പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. തണുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒഴിച്ച് വെക്കണം. എന്നിട്ടിത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൂട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. രാത്രി ഉണ്ടാക്കിയാൽ നമുക്ക് പിറ്റേന്നൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഇതാണ്, ഭയങ്കര സോഫ്റ്റാണ്. വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന തന്നെ പറയാം. അപ്പോൾ നല്ല അടിപൊളി പുഡിങ്ങാണ്, ഈസിയാണ്, നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.